എനിക്ക് ഒരു 10-12 വർഷം മുമ്പ് വരെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി തുടരും എന്നതായിരുന്നു വിശ്വാസം. പക്ഷെ ഇന്ന് എനിക്ക് ആ വിശ്വാസം അത്രയില്ല. ഒരു 10-15 വർഷമായിട്ട് ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇന്ത്യയിൽ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ, കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊക്കെ അനുക്രമം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വളരുകയല്ല, തളരുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇന്ത്യയിൽ ഏതാണ്ട് 1-2 ദശാബ്ദമായിട്ട് ചില നേതാക്കന്മാർ, വലതുപക്ഷത്തുള്ള ചില നേതാക്കന്മാർ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് 2 പദങ്ങൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ 2-3 പേരിൽ പ്രധാനികളാണ് BJP നേതാക്കന്മാരായ സുബ്രഹ്മണ്യം സ്വാമിയും അശ്വിനി കുമാർ ചതോപാധ്യായും BJP-കാരനല്ലാത്ത ഡോക്ടർ ബൽറാം സിംഗും. അവർ പറയുന്നത് ഭരണഘടനയിലെ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ നീക്കം ചെയ്യണം എന്നാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നു 2024 നവംബർ 25. അങ്ങോട്ട് ഞാൻ പിന്നെ വരാം. എന്തുകൊണ്ടാണ് അവർ ഈ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? അവിടെ പ്രധാനപ്പെട്ട വാദം, ഇന്ത്യയുടെ ആമുഖത്തിൽ 1949 ജനുവരി 26 നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം, ആ കാലത്ത് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാത്ത പദങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ. സ്ഥിതി സമത്വപരം, മതേതരം എന്ന് മലയാളത്തിൽ പറയാവുന്ന ഈ 2 വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരുന്നത്. സംഗതി ശരിയാണ്. 1949 നവംബർ 26 അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ ഈ 2 വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് 1976 അടിയന്തരാവസ്ഥ കാലത്ത്, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്. അന്ന് ഈ 2 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു, സോഷ്യലിസ്റ്റ്, സെക്യുലർ. അതുവരെ നമ്മുടെ ആമുഖം തുടങ്ങിയിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന ആമുഖം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു. ഇതാണ് ആദ്യത്തെ വാചകം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ വരുന്ന ആദ്യത്തെ വാചകമാണിത്. തീർച്ചയായിട്ടും ആ വാചകത്തിൽ ഈ പറയുന്ന 2 വാക്കുകളില്ല. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, ഈ 3 വാക്കുകളാണുള്ളത്. പിന്നീട് 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതി വഴിയാണ് ആമുഖത്തിൽ ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ്, ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപവൽക്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്ക്, നേരത്തെ ഇല്ലാത്ത ഈ വാക്കുകൾ നീക്കം ചെയ്യണം എന്നവർ ആവശ്യപ്പെടുന്നു. പക്ഷേ നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിലെ പിന്നീടുള്ള വാചകങ്ങൾ വായിച്ചാൽ ഈ 2 വാക്കുകൾ പ്രസരിപ്പിക്കുന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് സോഷ്യലിസ്റ്റ് എന്ന പദം മുന്നോട്ട് വെക്കുന്ന ആശയവും സെക്യുലർ എന്ന പദം മുന്നോട്ട് വെക്കുന്ന ആശയവും നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർന്നിരുന്നു എന്ന് പിന്നീടുള്ള വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നീടുള്ള വാചകങ്ങൾ എന്താണ്? പിന്നീട് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഭരണഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ്. 4 ലക്ഷ്യങ്ങളുണ്ട് ഭരണഘടനയ്ക്ക്. 4 ലക്ഷ്യങ്ങളിൽ ഒന്ന്
നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം. നിങ്ങൾ നോക്കുക, നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീതി എന്ന് പറഞ്ഞാൽ സമസ്ത ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കുക എന്നാണ്. അവിടെ ജനങ്ങളെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഒന്നും വേർതിരിക്കുന്നില്ല. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കണം. ഏത് നീതി? സാമൂഹികമായ നീതി, സാമ്പത്തികമായ നീതി, രാഷ്ട്രീയമായ നീതി. അത് തന്നെയാണ് മതേതരത്വം കൊണ്ടും സോഷ്യലിസം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം സമത്വമാണ്. രണ്ടാമത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്. സമത്വം മൂന്നാമത്തതാണ്. രണ്ടാമത്തെ ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം, മതവിശ്വാസ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊക്കെ ഈ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഉറപ്പ് നൽകുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതൊക്കെ എല്ലാവർക്കും ഉറപ്പ് നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അതിലും നാം കാണുന്ന എന്താണ്? തികച്ചും മതേതരമായ ആശയങ്ങളാണ്, അതുപോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് അതിൽ നാം കാണുന്നത്. മൂന്നാമത്തെ കാര്യം, ആദ്യം നീതി, സ്വാതന്ത്ര്യം, പിന്നെ സമത്വം. മൂന്നാമത്തെ ലക്ഷ്യം, ഭരണഘടന ആമുഖത്തിൽ പറയുന്ന മൂന്നാമത്തെ ലക്ഷ്യം സമത്വമാണ്. സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികമായ സമത്വം, പൗരസമത്വം, അവസര സമത്വം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും ലഭ്യമാക്കണം. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ടതാണ് പൗരസമത്വം, പൗരതുല്യത, സാമൂഹിക സമത്വം, അവസര സമത്വം, സാമ്പത്തിക സമത്വം തുടങ്ങിയ കാര്യങ്ങൾ. അത് സോഷ്യലിസ്റ്റ് ആശയങ്ങളും സെക്യുലറിസ്റ്റ് ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പദമാണത്. അവസാനത്തേതാണ് സാഹോദര്യം. സാഹോദര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ, വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പുവരുത്തുക. വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പുവരുത്തണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സഹോദരീ സഹോദരന്മാരാണ് എന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പാക്കാൻ കഴിയൂ. ഇതും വാസ്തവത്തിൽ മതേതരം, സോഷ്യലിസ്റ്റ് എന്നീ ആശയങ്ങളുടെ തന്നെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ പദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആയിരുന്നു. ഈ ആശയങ്ങൾ ഇംപ്ലിസിറ്റ് ഭരണഘടനയിൽ അന്തർലീനമായിരുന്നു. ഭരണഘടനയിൽ അന്തർലീനമായിരുന്ന അല്ലെങ്കിൽ ഉൾച്ചേർന്നിരുന്ന ഈ ആശയങ്ങളെ കൂടുതൽ സ്പഷ്ടീകരിക്കുകയാണ്, കൂടുതൽ വ്യക്തമാക്കുകയാണ് 1976 42-ാം ഭരണഘടന ഭേദഗതി വഴി ചെയ്തത്. ഇപ്പോൾ ഈ വാക്കുകൾ മാറ്റണം എന്ന് പറയുന്നവർ ആവശ്യപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ്. 1976 ഭരണഘടനയിൽ വരുത്തിയ ഈ മാറ്റം, ഈ ഭേദഗതി വാസ്തവത്തിൽ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് അവരുടെ വാദം. ആ കേസിൽ വിധി വന്നു കഴിഞ്ഞ വർഷം 2024 നവംബർ 25. ഇപ്പോൾ 1 വർഷവും 2 മാസവും പിന്നിട്ടിരിക്കുന്നു ആ വിധി വന്നിട്ട്. ആ വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവല്ല, അതൊരു ജീവിക്കുന്ന രേഖയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് കോട്ടം വരുത്താത്ത ഏത് മാറ്റവും ഭരണഘടനയെ ആമുഖത്തിൽ വരുത്താവുന്നതാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താത്ത 2 പദങ്ങളാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ. അതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടത് തികച്ചും നിയമവിധേയമാണ് എന്നാണ് 2024 നവംബർ 25 ആ പരമോന്നത ന്യായാസനത്തിന്റെ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ കാര്യം അതിനു മുമ്പ് 1973 പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ വന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞു, ആ ജഡ്ജ്മെന്റിനെ കുറിച്ച് തന്നെ പറയുന്നത്, അതായത് കേശവാനന്ദ ഭാരതി കേസിലെ ജഡ്ജ്മെന്റിനെ കുറിച്ച്, ആ വിധിന്യായത്തെ കുറിച്ച് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ജഡ്ജ്മെന്റ് എന്നാണ്.
അടിസ്ഥാന ഘടനാ വിധിന്യായം, ഭരണഘടനയിലെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിധിന്യായമായിരുന്നു അത്. ഈ അടിസ്ഥാന ഘടനയ്ക്ക് കോട്ടം വരുത്താൻ ആർക്കും അവകാശമില്ല, പാർലമെന്റിനും അവകാശമില്ല, ആർക്കും അവകാശമില്ല. ഒരു കോട്ടവും വരുത്താതെ, അടിസ്ഥാന ഘടനയ്ക്ക് കോട്ടം വരുത്താത്ത ഏത് ഭേദഗതിയും ഭരണഘടനയിലാവാം എന്നാണ് കേശവാനന്ദ ഭാരതി കേസിലും അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഈ വസ്തുതകളൊക്കെ നമ്മുടെ കൺമുമ്പിലിരിക്കെ, രാഷ്ട്രത്തിന്റെ കൺമുന്നിലിരിക്കെയാണ് ചില വ്യക്തികളും ചില പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സെക്യുലർ എന്ന വാക്കും സോഷ്യലിസ്റ്റ് എന്ന വാക്കും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പല തലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ടാവും, 2025 ജൂൺ 26 അടിയന്തരാവസ്ഥ വാർഷികത്തോടനുബന്ധിച്ച് RSSന്റെ ജനറൽ സെക്രട്ടറി ഹൊസബളെ ഒരു പ്രസംഗം നടത്തി ഡൽഹിയിൽ. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഭരണഘടനയിൽ നീക്കം ചെയ്യണം എന്നാണ്. RSSന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വർത്തമാനകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഹൊസബള. ആ ഹൊസബളയാണ് കഴിഞ്ഞ അടിയന്തരാവസ്ഥ വാർഷികത്തിൽ ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇക്കാര്യം പറഞ്ഞത്. മാറ്റണം ആ വാക്കുകൾ എന്ന്. അതേ ആവശ്യം അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ധൻകർ, അദ്ദേഹം പിന്നീട് രാജിവെച്ചു, ധൻകർ, അതുപോലെ ചില കേന്ദ്രമന്ത്രിമാർ, BJP-ക്കാരായ കേന്ദ്രമന്ത്രിമാരും പറഞ്ഞു ഈ വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന്. അവരൊക്കെ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ട് നിലനിന്നുകൂടാ എന്നാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യ മതേതര രാഷ്ട്രമായി ഏറെക്കാലം തുടരും എന്ന പഴയ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. കാരണം ഭരിക്കുന്നത് BJP-യാണ്. BJP 2014 വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറി. 2019 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 2024 അവർ തന്നെ 3ാം തവണയും അധികാരത്തിൽ വന്നു. BJPക്ക് പകരമായി നിൽക്കാവുന്ന ഒരൊറ്റ പാർട്ടിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇടതു പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു CPIM. അതും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ക്ഷയോന്മുഖമാണ്. പണ്ടതിന് 3 സംസ്ഥാനങ്ങളിൽ ഭരിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ ആ പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ചുരുങ്ങി പോയിരിക്കുന്നു CPIM. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ബദലാകാൻ പറ്റില്ല. BJPക്ക് ബദലാകാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ലെങ്കിൽ ഏറ്റവും അടുത്ത ഭാവിയിലല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഈ 2 വാക്കുകൾ നീക്കം ചെയ്യപ്പെടില്ലേ? ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്കിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കാര്യം അവിടെ ഇരിക്കട്ടെ. കേന്ദ്രം ഭരിക്കുന്നത് BJP, ഒരു വർഗീയ പാർട്ടി, ഒരു ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടി. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നതോ അത് ഒരു വർഗീയ പാർട്ടിയല്ല. വർഗീയ പാർട്ടിയാണെന്ന് നമ്മൾ ഇന്ന് വരെ ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതൊരു ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടിയല്ല, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം സാംസ്കാരികമായിട്ട്, സാമൂഹികമായിട്ട്, ആദർശപരമായിട്ട്, ആശയപരമായിട്ട് മുന്നോട്ട് കുതിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും നമ്മുടെ സംസ്ഥാനം പുരോഗമിക്കണം. പക്ഷേ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുരോഗമിക്കുകയാണോ, സാംസ്കാരികമായി സാമൂഹികമായി പുരോഗമിക്കുകയാണോ, അതോ അധോഗമിക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ നമ്മളെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് ശ്രീമാൻ ശക്തിധരൻ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു ആൾദൈവത്തിൻ്റെ നെറുകയിൽ ചുംബിക്കുന്ന കാര്യമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത്. അദ്ദേഹം അതുപോലെ തന്നെ അധ്യക്ഷനും ചില കാര്യങ്ങളിലേക്ക് കൈ ചൂണ്ടുകയുണ്ടായി. അപ്പം കേരളത്തിൽ നമ്മൾ നോക്കുക,
2019 ജനുവരി 1 വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കേരളത്തിൽ നടന്നു. 2019 ജനുവരി 1 ഞാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നീളുന്ന 620 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട വനിതാ മതിലാണ്. വനിതാ മതിൽ എന്ന ഒരു സംരംഭം ഈ പറഞ്ഞ 2019 ജനുവരി 21 കേരളത്തിലുണ്ടായി. സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇടതുപക്ഷമായിരുന്നു. CPIM തന്നെയായിരുന്നു സംഘടിപ്പിച്ചത്. അതിൻ്റെ ഒരറ്റത്ത്, അതായത് കാസർകോട്ട്, അതിൻ്റെ ആദ്യത്തെ കണ്ണിയായത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ ടീച്ചറാണ്. അതെ, ശൈലജ ടീച്ചറാണ് ആദ്യത്തെ കണ്ണിയായത്. അവിടെ അവസാനത്തെ കണ്ണിയായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടായിരുന്നു. വളരെ ശ്ലാഘ്യമായ, അഭിനന്ദനീയമായ ഒരു പരിപാടിയായിരുന്നു അത്. എന്തിനു വേണ്ടിയാണ് അന്ന് പാർട്ടി അവിടെ ഈ വനിതാ മതിൽ സൃഷ്ടിച്ചത്? അതിന് കാരണമുണ്ടായിരുന്നു. കാരണം 2018 സെപ്റ്റംബർ 28 വളരെ ശ്രദ്ധേയമായ ഒരു സുപ്രീം കോടതി വിധി വന്നു. ചരിത്ര വിധി എന്നൊക്കെ പത്രങ്ങൾ എഴുതിയ, ചാനലുകൾ വിശേഷിപ്പിച്ച ഒരു വിധി വന്നു 2018 സെപ്റ്റംബർ 28. ഞാൻ സൂചിപ്പിക്കുന്നത് ശബരിമല വിധിയെക്കുറിച്ചാണ്. ശബരിമല വിധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ട ഒരു വിധിയായിരുന്നു. അന്ന് ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നാണ്. ഉണ്ടല്ലോ. കാരണം നമ്മുടെ ഭരണഘടനയുടെ 14-ാം വകുപ്പ് അനുസരിച്ച് സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ലിംഗത്തിന്റെ പേരിൽ, സ്ത്രീയാണെന്നതിന്റെ പേരിൽ ആർക്കും ഒരവകാശവും നിഷേധിക്കാൻ പാടില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശബരിമലയിൽ ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും വേണമെങ്കിൽ പ്രവേശിക്കാം, പോകാം. അതിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന വിധിയാണ് 2018 സെപ്റ്റംബർ 28 വന്നത്. ആ വിധിയെ സ്വാഗതം ചെയ്ത ആരാ? ആ വിധിയെ സ്വാഗതം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. കോൺഗ്രസ് സ്വാഗതം ചെയ്തില്ല. BJP അവരുടെ കേന്ദ്ര തലത്തിൽ അത് സ്വാഗതം ചെയ്തു, കേരളത്തിൽ സ്വാഗതം ചെയ്തില്ല. ഹൈന്ദവ യാഥാസ്ഥിതിക പക്ഷം സ്വാഗതം ചെയ്തില്ല, അവരെ രൂക്ഷമായിട്ട് അവർ എതിർത്തു. സ്വാഗതം ചെയ്തത് ഏറ്റവും പ്രധാനമായി CPIM-ഉം പിന്നെ ഇടത് പാർട്ടികളുമാണ്. അവര് അന്ന് വനിതാ മതിൽ സൃഷ്ടിച്ചത് നവോത്ഥാനം എന്ന വാക്ക്, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, കേരളം സ്വായത്തമാക്കിയ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, സ്ത്രീ പുരുഷ സമത്വം എന്ന മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2019 ജനുവരി 1 കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആ ദൈർഘ്യമേറിയ വനിതാ മതിൽ സൃഷ്ടിച്ചത്. ആ വനിതാ മതിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീകളും അന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു, തങ്ങൾ എന്തു വില കൊടുത്തും കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന്. പക്ഷെ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. 2019 ജനുവരി 1 കഴിഞ്ഞ് 4 മാസം പിന്നിടുമ്പോൾ 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. ലോക്സഭ കേരളത്തിൽ മാത്രമാണല്ലോ CPIM ഉള്ളത്. കേരളത്തിൽ ഒരുപക്ഷെ CPIM ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം തോറ്റ മതി. 20 ലോക്സഭാ സീറ്റിൽ അന്ന് CPIM-ന് കിട്ടിയത് വെറും 1 സീറ്റ് മാത്രം. 19 സീറ്റ് LDF നേടി. അങ്ങനെ വന്നപ്പോൾ ആ പാർട്ടി ചില വിചിന്തനം നടത്തിയിട്ട് അവര് കണ്ടെത്തിയ കാര്യം, എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ഇങ്ങനെ UDF-ന് അട്ടിമറി ജയം നേടാൻ കഴിഞ്ഞത് എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയത്,
ഈ ശബരിമല വിധി സ്വാഗതം ചെയ്തതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിലെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായി അവരൊക്കെ UDF വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് UDF 19 സീറ്റും LDF 1 സീറ്റും മാത്രമായി കിട്ടിയത് എന്നായിരുന്നു വിലയിരുത്തൽ. ആ വിലയിരുത്തൽ ശരിയായിരുന്നു? ആ വിലയിരുത്തൽ ശരിയായിരുന്നില്ല. അന്ന് എന്തുകൊണ്ടാണ് UDF 19 സീറ്റ് കിട്ടിയത്, ഇപ്പുറത്ത് LDF 1 സീറ്റ് മാത്രം കിട്ടിയത്? അതിന് കാരണം വേറെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം, പകരം കോൺഗ്രസ് വരണം. കോൺഗ്രസിനെ പിന്നെ സാധ്യതയുള്ളൂ. അതായത് BJPക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയൂ. അങ്ങനെ വരണം എന്നതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മറ്റു രീതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും മറ്റു വിധത്തിൽ CPM വോട്ട് ചെയ്യാവുന്നവർ പോലും അവിടെ UDF വോട്ട് ചെയ്തു. അതായിരുന്നു ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അതും വളരെ പ്രധാനമാണ്, ഒരുപക്ഷെ CPM കണക്കിലെടുത്തിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ വിധി വന്നപ്പോൾ, ശബരിമല വിധി വന്നപ്പോൾ, അന്ന് CPM അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. അത് പ്രധാനപ്പെട്ട സംഘടനയാണ്. മുസ്ലിം ലീഗിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സംഘടനയാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന. ആ സംഘടനയുടെ സമ്മേളനം നടന്നു കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ. ആ സമ്മേളനത്തിൽ അതിന്റെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പോ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് CPM-കാരെ കുറിച്ചാണ്. ചില ആളുകൾ, അതിന്റെ നേതാക്കൾ, ആ പാർട്ടിയുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്, ശബരിമലയിൽ സുപ്രീം കോടതി പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന്. ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് പറഞ്ഞാരും മുന്നോട്ട് വരണ്ട, ഒരു ഭീഷണിയായിരുന്നു. അതായത് CPM പറഞ്ഞു ശബരിമല വിധി വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം, എല്ലാ സ്ത്രീകൾക്കും, ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പ്രവേശനം നൽകണം എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് ഞാൻ ഈ പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലുള്ള മുസ്ലിങ്ങൾക്കിടയിലെ യാഥാസ്ഥിതിക സംഘടനകൾ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാ. അത് മുന്നിൽ വെച്ചിട്ടാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന നേതാവ് പറഞ്ഞത്, അപ്പുറത്തെ ശബരിമലയിൽ പോകാൻ എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് ചൂണ്ടിക്കാട്ടിയിട്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പോകാൻ അവകാശവും അധികാരമുണ്ട് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നവോത്ഥാന മൂല്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ത് ചെയ്യണം? അവിടെ പ്രതികരണം എന്തായിരിക്കണം? അവർ പ്രതികരിക്കേണ്ടത് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വന്നാൽ തങ്ങൾ അതിനു വേണ്ടിയും വാദിക്കും എന്ന് പറയണം. അതുണ്ടായില്ല. CPM-ന്റെ ഓരോ നേതാവും, CPM-ന്റെ ഓരോ മന്ത്രിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനത്തിനോട് പ്രതികരിച്ചതേയില്ല. അത് നൽകിയ സന്ദേശം എന്താണ്? അത് നൽകിയ സന്ദേശം, ശബരിമല വിധി വന്നു, അതില് സ്ത്രീകളെ, എല്ലാ പ്രായത്തിൽപ്പെട്ട സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ CPM അതിനുവേണ്ടി രംഗത്തിറങ്ങി, വനിതാ മതിലുണ്ടാക്കി, എല്ലാം ചെയ്തു. എന്നാൽ ഇപ്പുറത്ത് അങ്ങനെ ഒരു വിധി വന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാനുള്ള അവകാശം നൽകണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം ആ പാർട്ടി കാണിക്കാതിരുന്നപ്പോൾ അത് നൽകിയ സന്ദേശം ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഹിന്ദുക്കൾക്കിടയിലെ നവോത്ഥാനം മാത്രമാണ്, മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം വേണ്ട എന്നതാണ് അവരുടെ നിലപാട് എന്ന സന്ദേശം വന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് മറ്റു വിധത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാവുന്ന ലിബറൽ പക്ഷത്തുള്ള ഹിന്ദുക്കളിൽ ഒരു വിഭാഗം പോലും 2019 ഇലക്ഷനിൽ മറുപക്ഷത്തിന് UDF-ന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. ഓർക്കണം, നമ്മുടെ നാട്ടിൽ
കേരളത്തിൽ നവോത്ഥാനം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് ആരാണ്? ഏത് പാർട്ടിയാണ്? ഏത് പാർട്ടിയുടെ നേതാക്കളാണ്? വർഗസമരം, തൊഴിലാളി വർഗം എന്നീ രണ്ട് വാക്കുകൾ മാറ്റി നിർത്തിയാൽ നവോത്ഥാനം എന്ന പദം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാക്കളാണ്, ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികളാണ്. അവർ നിരന്തരം പ്രസംഗിക്കുകയും പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തു നവോത്ഥാനത്തെക്കുറിച്ച്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നവോത്ഥാനത്തിന് വിട പറഞ്ഞു. അതുമാത്രമല്ല കേരളത്തിൽ സംഭവിച്ചത്. 2022 ഡിസംബറിൽ കുടുംബശ്രീ ജെൻഡർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ ജെൻഡർ ക്യാമ്പയിൻ അതിൽ പ്രതിജ്ഞയുണ്ടായിരുന്നു. ആ പ്രതിജ്ഞയിൽ ഒരു വാചകം ഉണ്ടായിരുന്നു. ആ വാചകം ഇതാണ്: നാം. അതായത് കുടുംബശ്രീയെ സംഘടിപ്പിക്കുന്നത് സ്ത്രീകളാണ് സംഘടിപ്പിക്കുന്നത്. അവർ പറയുകയാണ്, നാം പെൺമക്കൾക്കും ആൺമക്കൾക്കും സ്വത്തിൽ തുല്യാവകാശം നൽകും. അതിനെതിരെ രംഗത്ത് വന്നു വീണ്ടും ചില മുസ്ലിം സംഘടനകൾ. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം സംഘടന ഉൾപ്പെടെയുള്ള രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ആ പ്രതിജ്ഞാവാചകം ഇസ്ലാമിനെതിരാണ്, തങ്ങളുടെ വ്യക്തി നിയമത്തിനെതിരാണ്, ശരീഅത്തിനെതിരാണ്, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു. ഏതാണ് വാക്ക്? നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകും എന്ന പ്രതിജ്ഞാവാചകം പാടില്ല എന്ന് പറഞ്ഞു. തന്റെ ഇടമുള്ള ഇടതുപക്ഷം എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യാൻ പാടുണ്ടോ? ആദർശപരമായി ആശയപരമായി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് എന്നാണോ അതോ താഴോട്ട് പോവുകയാണ് എന്നാണോ? മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ആലിംഗനം. ആൾദൈവത്തെക്കുറിച്ച്, ആൾദൈവ സംസ്കാരത്തെക്കുറിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത്, ഏറ്റവും കൂടുതൽ പ്രബന്ധങ്ങൾ എഴുതിയത്, ഏറ്റവും കൂടുതൽ സെമിനാറുകൾ നടത്തിയത്, ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടത്തിയ ആരാ? ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. CPIM-ന്റെ സംഘടനയായ പുരോഗമന കലാ സാഹിത്യ സംഘമാണ്. അവർ ആൾദൈവ സംസ്കാരത്തെക്കുറിച്ച് നിരന്തരം പ്രബന്ധങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ മാറ്റിവെച്ച് കേരളത്തിൽ ഏറ്റവും വലിയ ആൾദൈവം എന്ന് വിശേഷിപ്പിക്കാവുന്ന അമൃതാനന്ദമയിയുടെ നെറുകയിൽ ചുംബിച്ചു ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആ മന്ത്രി അമൃതാനന്ദമയിയുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ അദ്ദേഹം അമൃതാനന്ദമയി എന്ന വ്യക്തിയുടെ നെറുകയിലല്ല ചുംബിച്ചത്, മറിച്ച് അന്ധവിശ്വാസത്തിന്റെ നെറുകയിലാണ്, ശാസ്ത്രവിരുദ്ധതയുടെ നെറുകയിലാണ്, മതേതരത്വ വിരുദ്ധയുടെ നെറുകയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ചുംബിച്ചത്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? സാംസ്കാരികമായിട്ട്, സാമൂഹികമായിട്ട്, ആദർശപരമായിട്ട്, ആശയപരമായിട്ട് മുന്നോട്ടോ അതോ താഴോട്ടോ? മുന്നോട്ടാണെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? മുന്നോട്ടല്ല കേരളം പോകുന്നത്, താഴോട്ട് തന്നെയാണ്. നമുക്ക് വീണ്ടും കേന്ദ്രത്തിന്റെ കാര്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. കേന്ദ്രം, ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയിൽ മാറ്റം വേണമെന്ന് പറയുന്നവർ കേന്ദ്രം ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ആ ഭരണഘടനയിലെ ആമുഖത്തിലെ മാറ്റം യാഥാർത്ഥ്യമായാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇപ്പൊ ഭരണഘടനയിൽ നിന്ന് സെക്യുലർ എന്ന വാക്ക് ഒഴിവാക്കുന്നു, പകരം എന്താ വരിക? ഇപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഇന്ത്യ ഇസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. ഈ രണ്ട് വാക്കുകൾ ഒഴിവാക്കുന്നു, സെക്യുലർ, സോഷ്യലിസ്റ്റ്. പിന്നെ എന്താണ് അവിടെ വരിക? ആ വാക്ക് ഒഴിവാക്കിയാൽ ഒരുപക്ഷേ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുക ഇന്ത്യ ഈസ് എ സോവറിൻ റിലീജിയസ് സ്റ്റേറ്റ്. ഒരു സാധ്യത, ഇന്ത്യ ഈസ് എ സോവറിൻ റിലീജിയസ് സ്റ്റേറ്റ്. ഇന്ത്യ ഒരു പരമാധികാര മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, ഇന്ത്യ ഈസ് എ സോവറിൻ ഹിന്ദു സ്റ്റേറ്റ്, സോവറിൻ ഹിന്ദു റിപ്പബ്ലിക്. പാകിസ്ഥാൻ പോലെ, ഇറാൻ പോലെ, മൗറിറ്റാനിയ പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ, അതൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണ് അല്ലെങ്കിൽ മുസ്ലിം റിപ്പബ്ലിക്കുകളാണ്. അതുപോലെ ഇന്ത്യ ഒരു ഹിന്ദു റിപ്പബ്ലിക്കായി തീരും. ഹിന്ദു റിപ്പബ്ലിക്കായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ രണ്ട് തരം പൗരന്മാരുണ്ട് എന്നാണ് അർത്ഥം. മുസ്ലിങ്ങൾ എന്ന പൗരന്മാർ വേറെ, അമുസ്ലിങ്ങൾ വേറെ. അമുസ്ലിങ്ങൾക്ക് മുസ്ലിം പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും അനുവദിക്കപ്പെടുന്നില്ല. അത് തന്നെയാണ് ഇറാനിലെ അവസ്ഥ. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. 1979 ഖമേനിയുടെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു നേരത്തെ സെക്യുലർ റിപ്പബ്ലിക്കായിരുന്ന ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്.
അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക് എമിറേറ്റ് ആണ്, എന്നുവെച്ചാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്, ഒരു ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക രാഷ്ട്രമാണ്. മൗറിറ്റാനിയ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെയൊക്കെ അവസ്ഥ ഇതാണ്. അവിടെയൊന്നും ഏറ്റവും തലപ്പത്തുള്ള ഒരു ഭരണാധികാരിയും അമുസ്ലിങ്ങളാവില്ല. പാകിസ്ഥാനിൽ ഒരു മുസ്ലിം പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല, മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ലെങ്കിലും സിഖ് പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള പലരും ഇന്ത്യയുടെ രാഷ്ട്രപതിമാരായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്യുലർ എന്ന വാക്കിന് പകരം ഹിന്ദു എന്ന വാക്ക് വന്നാൽ ഇന്ത്യ പിന്നെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി തീരും. അതിനുള്ള പല പ്രവർത്തനങ്ങളും അണിയറയിൽ വളരെ സമർത്ഥമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തെ മതേതരമായി വ്യാഖ്യാനിക്കുന്നതിന് പകരം വർഗീയമായി വ്യാഖ്യാനിക്കുക എന്നത്. ഇപ്പൊ കേരളത്തിൽ വിവാദം സൃഷ്ടിച്ച PMC സ്കൂൾ ഉണ്ടല്ലോ, അപ്പോൾ വിവാദം ഉണ്ടാക്കി കേരളത്തിൽ, അത് വലിയ വിവാദം സൃഷ്ടിച്ചു. 2-3 മാസം മുമ്പ് PMC സ്കൂളിന് വേണ്ടി കേരള സംസ്ഥാനം, ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി PM-ശ്രീ എന്ന ആ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുക എന്ന ആ ഒരു പ്രശ്നം വന്നപ്പോൾ വലിയ വിവാദമുണ്ട്. PM-ശ്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഉയരുന്ന ഇന്ത്യക്ക്, വളരുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ വിദ്യാലയങ്ങൾ എന്നാണ് അർത്ഥം. അങ്ങനെ വിദ്യാലയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവും, നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാവും, നല്ല വായനശാലകൾ ഉണ്ടാവും, നല്ല ലൈബ്രറി ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. നല്ല ലാബുകൾ ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ നടപ്പാക്കപ്പെടുന്ന സിലബസ്, ഇപ്പോൾ കേരളത്തിലുണ്ട് PMC സ്കൂള്. ഞാനിപ്പോൾ കണ്ണൂർ ഒരു മീറ്റിങ്ങിൽ കഴിഞ്ഞ മാസം പോയപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി, മാഹിയിൽ 2 PMC സ്കൂളുകളുണ്ട് എന്ന്. കേരളത്തിലുണ്ട് PMC സ്കൂളുകൾ. പക്ഷേ അത്തരം സ്കൂളുകളിലൊക്കെ പിന്തുടരുന്ന സിലബസ് NCERTയുടെ സിലബസാണ്. NCERTയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുള്ളതുപോലുള്ള സിലബസ് അല്ല. കോൺഗ്രസിനോട് നമുക്ക് എതിർപ്പുണ്ടാവാം, ഇല്ലായിരിക്കാം. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരു കാര്യമുണ്ട്, ചരിത്രത്തെ അങ്ങനെ അങ്ങോട്ട് വർഗീയവൽക്കരിക്കാൻ പലപ്പോഴും അവർ മെനക്കെട്ടിട്ടില്ല. തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തെ കൂടുതൽ മതേതരമായി വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ, RS ശർമ്മയുടെ പുസ്തകങ്ങൾ, ബിപിൻ ചന്ദ്രയുടെ പുസ്തകങ്ങൾ, റൊമീള ഥാപ്പയുടെ പുസ്തകങ്ങൾ, ഇർഫാൻ ഹബീബിന്റെ പുസ്തകങ്ങൾ, അതുപോലെയുള്ള ചരിത്രകാരന്മാരുടെ ഇന്ത്യ ചരിത്രത്തെ തികച്ചും മതേതരമായ വീക്ഷണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു. അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അത് മാത്രമല്ല, നീക്കം ചെയ്യപ്പെടുന്ന ആരൊക്കെയാണ് നോക്കുക. എന്തൊക്കെ പറഞ്ഞാലും മതേതര ബഹുസ്വര ഇന്ത്യയുടെ പ്രമുഖ ശില്പി എന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ള നേതാവ് ജവഹർലാൽ നെഹ്റുവാണ്. മഹാത്മാഗാന്ധി 1948 കൊല്ലപ്പെട്ടു. ശേഷം 1947 ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 17 വർഷക്കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവാണ് മതേതര ബഹുസ്വര ഇന്ത്യക്ക് അടിത്തറ പാകിയത്. അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിക്കളഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവും, ഒരു മ്യൂസിയവും, ഒരു ലൈബ്രറിയും, അദ്ദേഹത്തിന്റെ പേര് മുഴുവൻ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചുകൂടാ കുട്ടികൾ. പകരം VD സവർക്കറെ കുറിച്ച് പഠിക്കണം, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല. അബുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം സെക്യുലർ പക്ഷത്തിൽ നിന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല ഇപ്പോൾ കുട്ടികൾ. അതുപോലെ പലരും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നു. ചരിത്രത്തിലെ പല സംഭവങ്ങളും വെട്ടിമാറ്റപ്പെടുന്നു. മുഗൾ ചരിത്രം പഠിക്കേണ്ടതില്ല. അതുപോലെ ഡൽഹി സുൽത്താൻമാരുടെ ചരിത്രം പഠിക്കേണ്ടതില്ല. കാരണം അവരൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല. പിന്നെ എന്താ പഠിക്കേണ്ടത്? ഹിന്ദു ചക്രവർത്തിമാരുടെ ചരിത്രം പഠിക്കണം. അത് വളരെ വളരെ ചരിത്രവിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹിന്ദു ചക്രവർത്തിമാരെ അങ്ങേയറ്റം മഹത്വവൽക്കരിക്കുന്ന പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുമാത്രമല്ല സംഭവിക്കുന്നത്, ഈ PMC സ്കൂളുകളിൽ അല്ലെങ്കിൽ NCERT പാഠ്യപദ്ധതിയിലൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 വന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ RSS വൽക്കരണത്തിന് വേണ്ടിയുള്ള രേഖയാണ്. അതിന്റെ തുടർച്ചയാണ് PMC സ്കൂളുകൾ. അവിടെയൊക്കെ
ചരിത്രത്തെ ഇങ്ങനെ മാറ്റുന്നു, ചരിത്രത്തെ വക്രീകരിക്കുന്നു. എന്നിട്ട് വിദ്യാർത്ഥികളിൽ തികച്ചും വർഗീയ സ്പർദ്ധ ഉളവാക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വിചിത്രമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന NCERT-യുടെയും അല്ലെങ്കിൽ PMC സ്കൂളിൻ്റെയും അതിനുവേണ്ടി വാദിക്കുന്നവരുടെയും ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് എന്താണ്? മുഗളന്മാർ അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാർ, പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ചതാണ്, ഡൽഹിയിൽ ചെങ്കോട്ടയിൽ പ്രസംഗിച്ചതാണ്. ഇന്ത്യ 1000 വർഷക്കാലം അടിമത്തത്തിന് കീഴിലായിരുന്നു. 1000 വർഷക്കാലം ഇന്ത്യ അടിമത്തത്തിന് കീഴിലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ച 2 നൂറ്റാണ്ട് കാലം മാത്രമല്ല, അതിനു മുമ്പ് ഇവിടെ 8 നൂറ്റാണ്ട് കാലം മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരണം നടത്തിയിട്ടുണ്ട്. അക്കാലത്തും ഇന്ത്യ അടിമത്തത്തിന് കീഴിലായിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാരും ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാരും ചക്രവർത്തിമാരും തമ്മിലുള്ള വ്യത്യാസമാണ്. ബ്രിട്ടീഷുകാർ 2 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചു. അവരൊരിക്കലും ഇന്ത്യക്കാരായില്ല. അവർ ഭരിച്ചു, ഇന്ത്യയെ ഒരു കോളനിയായി കണ്ടു, ഇന്ത്യയെ ചൂഷണം ചെയ്തു, ഇന്ത്യയുടെ സമ്പത്ത് ചൂഷണം ചെയ്തു, അവിടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. 1947 ഓഗസ്റ്റ് 15 ശേഷം ഏത് ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിൽ തുടർന്നത്? ആരും തുടർന്നിട്ടില്ല. അവരൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി. അതേസമയം 8-ാം നൂറ്റാണ്ട് തൊട്ട് ഉത്തരേന്ത്യയിൽ വരാൻ തുടങ്ങിയ മുസ്ലിം ആക്രമണകാരികൾ എന്ന് തന്നെ പറയാം, ആക്രമണകാരികളോ പിന്നീട് ഡൽഹി ആസ്ഥാനമായി ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരോ രാജാക്കന്മാരോ ആരെങ്കിലും അവരുടെ സന്തതി പരമ്പരകളോ ആരെങ്കിലും ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടോ? അവർ ഇന്ത്യയിൽ ലയിച്ചു, ഇന്ത്യൻ സമൂഹത്തിൽ ലയിച്ചു. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന, വടക്കേ ഇന്ത്യയിൽ കാണുന്ന മുസ്ലിങ്ങൾ, ഇന്ന് കാണുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആരാണ്? അവരൊക്കെ ഒന്നുകിൽ തുർക്കിയിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാൻ മേഖലയിൽ നിന്നൊക്കെ വന്ന് പഴയ കാലത്ത് 8ഉം 10ഉം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നവരാ. അവരാരും ഈ അഫ്ഗാൻ മേഖലയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ അല്ലെങ്കിൽ പേർഷ്യയിലേക്കോ തിരിച്ചു പോയിട്ടില്ല. അവർ ഇവിടെ താമസിക്കുക ചെയ്തത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു 1000 കൊല്ലമായിട്ട് ഇന്ത്യ അടിമത്തത്തിന് കീഴിലായിരുന്നു. ഇതൊക്കെ കുട്ടികൾ പഠിപ്പിക്കുക. എന്താ തോന്നുന്നത് കുട്ടികൾക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളൊക്കെ എന്ന് പറയുന്നത് വന്നവരാണ്, അതുകൊണ്ട് അവർ വിദേശികളാണ്, അവരുടെ സംസ്കാരം വൈദേശികമാണ്. വരാത്ത ആരാ നമ്മുടെ രാജ്യത്തുള്ളത്? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ 2000-മോ 3000-മോ 4000-മോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നവരുടെ സന്തതി പരമ്പരകൾ അല്ലേ ആണ് എന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. വരാത്ത ആരും ഇവിടെ ഇല്ല, എല്ലാവരും വന്നവരാ. കാലഘട്ടത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കാലഘട്ടം വ്യത്യസ്തമായിരിക്കും എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വന്നവരാണ്. അങ്ങനെ നമ്മുടെ ചരിത്രത്തെ വർഗീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, ഇന്ത്യയിൽ നാടുഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ ഹിന്ദുക്കളുമായി പടവെട്ടുകയായിരുന്നു, ഹിന്ദു രാജാക്കന്മാരുമായി പടവെട്ടുകയായിരുന്നു, അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭരണം കൈയടക്കുകയായിരുന്നു എന്നാ പറയുന്നത്. എന്നാൽ ചരിത്രം നിങ്ങൾ ഒരല്പം സൂക്ഷ്മമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? ഡൽഹിയിൽ സുൽത്താൻ ഭരണം ആരംഭിക്കുന്നത് 1206-ലാണ്. സുൽത്താൻമാരുടെ ഭരണം, ഡൽഹി സൾട്ടനറ്റ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാരൊക്കെ എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്ന ആ കാലഘട്ടം 320 വർഷം നീണ്ടു നിന്ന ഒരു കാലഘട്ടമാണ് ഡൽഹി സുൽത്താൻമാരുടെ ഭരണം. ഡൽഹി ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന ഈ ഡൽഹി സുൽത്താൻമാർ എന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന കൊച്ചു പ്രദേശത്ത് ഭരിക്കുകയല്ല, ഇന്ത്യയുടെ വളരെ വലിയൊരു ഭാഗത്ത് അധികാരം കൈയാളിയവരാ ഈ ഡൽഹി സുൽത്താൻമാർ. 1206 തൊട്ട് 1526 1-ാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് വരെ, ആ യുദ്ധത്തിൽ ബാബർ ജയിക്കുകയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത് വരെ 320 വർഷക്കാലം ഡൽഹിയിൽ ഭരിച്ചത് മുസ്ലിം സുൽത്താൻമാരാണ്. പക്ഷെ അവരാരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? 1206 ആദ്യം അവിടെ അധികാരത്തിൽ വരുന്നത് മുസ്ലിങ്ങളായ മംലൂക്ക് വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. മംലൂക്ക് വംശത്തിൽപ്പെട്ട മുസ്ലിം രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് മുസ്ലിങ്ങളായ ഖിൽജി വംശത്തിൽപ്പെട്ട 2ാമത്തെ വിഭാഗം അധികാരത്തിൽ വരുന്നത്. നോക്കണം നമ്മൾ. അതായത് ഒരു മുസ്ലിം വിഭാഗത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊന്നൊടുക്കിയിട്ട 2ാമത്തെ മുസ്ലിം വംശം അധികാരത്തിൽ വരുന്നത്. 3ാമത്തത് തുഗ്ലക് വംശമാണ്, മുസ്ലിം വംശം. ഈ തുഗ്ലക് വംശം എങ്ങനെയാ അധികാരത്തിലെത്തുന്നത്? ഖിൽജി മുസ്ലിങ്ങളെ തോൽപ്പിച്ച് അവരെ പരാജയപ്പെടുത്തി, അവരിൽ പലരെയും കൊലപ്പെടുത്തി,
അങ്ങനെയാ അവർ വരുന്നത്. ആ ഖിൽജിക്ക് ശേഷം, ആ തുഗ്ലക് വംശത്തിന് ശേഷം വരുന്നു സയ്യിദ് വംശം. സയ്യിദ് വംശം തോൽപ്പിക്കുന്നത് ഈ പറയുന്ന തുഗ്ലക്കുകളെയാണ്, അതും മുസ്ലിങ്ങൾ. ആ സയ്യിദ് വംശത്തിന് ശേഷം 5ാമത്തെ സുൽത്താൻ വംശം നിലവിൽ വരുന്നു, ലോഡി വംശം. 5 സുൽത്താൻ വംശങ്ങളുണ്ട്. ആദ്യത്തേത് മംലൂക്ക് വംശം, 2ാമത്തേത് ഖിൽജി വംശം, 3ാമത്തേത് തുഗ്ലക് വംശം, 4ാമത്തേത് സയ്യിദ് വംശം, 5ാമത്തേത് ലോഡി വംശം. ലോഡി വംശവും മുസ്ലിങ്ങൾ. ഈ ലോഡി വംശത്തിലെ മുസ്ലിമായ ഇബ്രാഹിം ലോഡി എന്ന ഡൽഹിയിലെ ചക്രവർത്തിയെ സുൽത്താൻ 1526 പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിൽ ബാബർ എന്ന മുസ്ലിം തോൽപ്പിച്ചു, കൊലപ്പെടുത്തി. അങ്ങനെ അധികാരത്തിൽ വരുന്നത്, അങ്ങനെയാ മുഗൾ സാമ്രാജ്യം ഉണ്ടാകുന്നത്. ബാബർ എന്ന മുസ്ലിം യുദ്ധം നടത്തുന്ന ഏതെങ്കിലും ഹിന്ദു രാജാവിനോടല്ല, മറിച്ച് മുസ്ലിം ചക്രവർത്തിയോടാണ്. അങ്ങനെയാണ് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. ബാബർ വന്നു. ബാബറിന്റെ മകൻ ഹുമയൂൺ ഭരിക്കുന്ന കാലത്ത് 5 വർഷക്കാലം, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, ഏതാണ്ട് 1526 തൊട്ട് 1857 വരെ മുഗൾ ഭരണം നിലനിന്നു. ചെറിയ തോതിലാണെങ്കിലും മുഗൾ ഭരണം നിലനിന്നു. പക്ഷേ ബാബറിന്റെ മകൻ ഹുമയൂൺ ഭരിക്കുന്ന കാലത്ത് 5 വർഷക്കാലം മുഗൾ ഭരണം ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. കാരണം എന്താ? കാരണം ഹുമയൂൺ എന്ന മുഗൾ ചക്രവർത്തിയെ ഷേർഷാ സൂരി എന്ന മറ്റൊരു മുസ്ലിം യോദ്ധാവ് യുദ്ധത്തെ തോൽപ്പിച്ചു. 1540 തൊട്ട് 1545 വരെ ഭരണം നടത്തിയത് ഈ പറയുന്ന ഷേർഷാ സൂരി എന്ന മുസ്ലിമാണ്. അത് ഷേർഷാ സൂരി എന്ന മുസ്ലിം ഹുമയൂൺ എന്ന മുസ്ലിമിനെ തോൽപ്പിച്ചു യുദ്ധത്തിൽ. ഇത് തന്നെയല്ലേ ഹിന്ദുക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. ഹിന്ദുക്കളും തമ്മിൽ രാജ്യത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, സാമ്രാജ്യത്തിനു വേണ്ടി പരസ്പരം പോരാടുകയായിരുന്നില്ലേ? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ഹിന്ദു രാജാവ് എങ്ങനെയാണ് തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചത്? ധനസ്കന്ദൻ എന്ന് പറയുന്ന ഹിന്ദു രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ചന്ദ്രഗുപ്തന്റെ ചെറുമകനാണ് അശോക ചക്രവർത്തി. അശോക ദ ഗ്രേറ്റ് എന്ന് ചരിത്രകാരന്മാർ പറയുന്ന മഹാനായ അശോക ചക്രവർത്തി എന്ന് പറയുന്ന ഈ അശോക ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ മകന്റെ മകനാണ്. ചന്ദ്രഗുപ്തന്റെ മകൻ ബിന്ദുസാരന്റെ മകനാണ് അശോക ചക്രവർത്തി. അശോക ചക്രവർത്തി കലിംഗയിൽ ആരോടാ യുദ്ധം ചെയ്തത്? കലിംഗ രാജാവിനോട്. കലിംഗ രാജാവ് ആരാണ്? അനന്തപത്മനാഭൻ എന്ന ഹിന്ദു. അനന്തപത്മനാഭൻ എന്ന ഹിന്ദു രാജാവിനെ കലിംഗ യുദ്ധത്തിൽ തോൽപ്പിച്ചു അശോകൻ. അവിടെ ഹിന്ദുക്കളും പടവെട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. മുസ്ലിങ്ങളും പടവെട്ടിയതുപോലെ ഹിന്ദുക്കളും പടവെട്ടുന്നതാണ് കാണുന്നത്. അവിടെയൊന്നും മതം പ്രശ്നമല്ല, മതമല്ല പ്രശ്നം. പ്രശ്നം അധികാരമാണ്, പ്രശ്നം സാമ്രാജ്യ വികസനമാണ്. അതായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ നമ്മുടെ ചരിത്രത്തിന് വർഗീയ വ്യാഖ്യാനം നൽകി കുട്ടികളെ പഠിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഹിന്ദു കുട്ടികൾ മുഴുവൻ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മുഴുവൻ അഹിന്ദു സമുദായങ്ങളിൽപ്പെട്ടവരെ ശത്രുക്കളായി കാണുന്ന അവസ്ഥ വന്നു ചേരും. തിരിച്ചും സംഭവിക്കും. അത്തരം ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമുക്കൊരൊറ്റ വിശുദ്ധ ഗ്രന്ഥമാണുള്ളത്. ഒരൊറ്റ ഹോളി ബുക്ക് ആണ് ഇന്ത്യക്കാർക്കുള്ളത്. ആ ബുക്ക് മറ്റൊന്നുമല്ല. ഇന്ത്യക്കാരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കപ്പുറം ഒരു വിശുദ്ധ ഗ്രന്ഥവും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. ഇന്ത്യയിലെ 145 കോടി ജനങ്ങളുടെയും വിശുദ്ധ പുസ്തകം ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ വിശുദ്ധ പുസ്തകം ഗീതയല്ല, ഖുർആനല്ല, ബൈബിളല്ല, സെന്റവസ്തിയല്ല, ഗ്രന്ഥസാഹിബല്ല, അതൊന്നുമല്ല. നേരെ മറിച്ച് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ കാവലാളാകണം നമ്മൾ. നിങ്ങളുടെ മുദ്രാവാക്യം, ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം വിദ്യാഭ്യാസം മതമുക്തമാക്കണം എന്നാണ്. വിദ്യാഭ്യാസം മതമുക്തമാകണമെങ്കിൽ ആദ്യം രാഷ്ട്രം മതമുക്തമാകണം. രാഷ്ട്രം മതമുക്തമല്ലെങ്കിൽ, രാഷ്ട്രം മതാധിഷ്ഠിതമാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ മതമുക്തമാക്കാൻ സാധിക്കില്ല. രാഷ്ട്രവും രാഷ്ട്രീയവും എന്ന് മതമുക്തമാകുന്നുവോ അന്ന് മാത്രമേ വിദ്യാഭ്യാസത്തെ നമുക്ക്
മതമുക്തമാക്കാൻ കഴിയൂ.